CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് PK ദിവാകരനെ ഒഴിവാക്കിയതിൽ പ്രതിഷേധം. വടകര മണിയൂരിലാണ് പ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനം നടന്നത്. ഷഹദ് റഹ്മാനുണ്ട് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി. ഷഹദ്, ഈ പ്രവർത്തകരെന്ന് പറയുമ്പോൾ ഈ കമ്മിറ്റികളിലൊക്കെ അംഗങ്ങളായുള്ളവർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുണ്ടോ? PK ദിവാകരനെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കാൻ എന്താണ് കാരണം? ആ നേതൃത്വത്തിന്റെ വിശദീകരണം അല്ലെങ്കിൽ ആ നേതൃത്വത്തിന്റെ തീരുമാനം അവിടുത്തെ പ്രവർത്തകർക്ക് ഉൾക്കൊള്ളാനാവുന്നില്ലേ? പ്രധാനമായിട്ടും ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്താണ് കാരണം എന്നുള്ളത് സംബന്ധിച്ച ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ തവണ ഈ വാർത്താ സമ്മേളനം, അതായത് ജില്ലാ സമ്മേളനത്തിന് ശേഷം വാർത്താ സമ്മേളനം ഒക്കെ വിളിക്കുന്ന ഘട്ടത്തിൽ ഈ വിഷയം ആവർത്തിച്ച് ചോദിച്ച ഘട്ടത്തിൽ നേതൃത്വത്തിന് കൃത്യമായിട്ടൊരു മറുപടി പറയാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് എന്താണ് ദിവാകരനെ ഇത്തരത്തിൽ ഈ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കാനുള്ള കാരണം എന്നുള്ളതാണ് തങ്ങൾക്ക് അറിയേണ്ടത് എന്ന കാര്യമാണ് പ്രധാനമായിട്ടും CPM-ലെ ഈ വടകരയിലുള്ള മണിയൂരിലുള്ള പ്രവർത്തകർ പറയുന്നത്. ഈ ഒരു തീരുമാനം വന്നതിന് തൊട്ടു പുറകെ തന്നെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു, ഇതുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനിങ്ങും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ആ ക്യാമ്പയിനിങ്ങും അല്ലെങ്കിൽ ആ പ്രതിഷേധങ്ങളും ഒക്കെ പുറത്തേക്ക് വന്നിരിക്കുകയാണ്, മറം നീക്കി പുറത്തേക്ക് വന്നിരിക്കുകയാണ് എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഏകദേശം 50ഓളം വരുന്ന പ്രവർത്തകരാണ് രാത്രി 7 മണിയോടുകൂടി ഇത്തരത്തിൽ മുദ്രാവാക്യം വിളികളും ആയിട്ട് നിരത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറെക്കാലമായി വടകരയിൽ CPM-ൽ നിലനിന്നിരുന്ന വിഭാഗീയത CPM ജില്ലാ സമ്മേളനത്തോടെ മറം നീക്കി പുറത്തു വരികയാണ് എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഇതിലൂടെ മനസ്സിലാക്കാൻ. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ ഉയർത്തിയ പ്രതിഷേധമാണ് ഇന്ന് തെരുവിലേക്ക് വന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറെ ജനകീയ അടിത്തറയുള്ള ദിവാകരൻ മാഷെ ഒഴിവാക്കിയത് അത് തങ്ങൾക്ക് അനുകൂലിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. ആ മുദ്രാവാക്യത്തിൽ അത് വ്യക്തവുമാണ്. മറിച്ച് അതായത് ഇത്തവണ ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയ വടകര നഗരസഭാ ചെയർപേഴ്സൺ PK ബിന്ദുവിന് ഡബിൾ പ്രൊമോഷൻ നൽകിയതാണ് പ്രവർത്തകരിൽ ഇത്തരത്തിൽ ഇത് കൂടുതൽ ചൊടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ബിന്ദുവിനെ ഇതിൽ ഉൾപ്പെടുത്തുകയും എന്നാൽ ഇദ്ദേഹത്തെ, അതായത് നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ദിവാകരനെ ഒഴിവാക്കുകയും ചെയ്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഈ പ്രവർത്തകർ അതുപോലെ തന്നെ CPM അനുകൂലികൾ ഒക്കെ തന്നെ ഉയർത്തി കാണിക്കുന്നത്. അതായത് താഴെ തട്ടിൽ ആളുകളുമായി ഇടപെടുകയും അതുപോലെ തന്നെ താഴെ തട്ടിൽ പ്രവർത്തകരുമായി ഏറ്റവും കൂടുതൽ അടുപ്പം കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്ന ഇത്തരം നേതാക്കളെ ഒഴിവാക്കിക്കൊണ്ട് പാർട്ടി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ പ്രവർത്തകരും അനുകൂലികളും ഒക്കെ തന്നെ ഇന്നിപ്പോൾ ഈ മുദ്രാവാക്യം വിളികളുമായിട്ടും പ്രകടനവുമായൊക്കെ തന്നെ നിരത്തിലിറങ്ങിയിട്ടുള്ളത്. എന്തായാലും ഇതിന്റെ ബാക്കി അലയൊലികൾ അത് നാളെയും അടുത്ത ദിവസങ്ങളിലും ഒക്കെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഗോകുൽ, ശരി. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയ. CPM ശക്തി കേന്ദ്രമായ വടകരയിലാണ് ഇത്തരത്തിലൊരു പരസ്യ പ്രതിഷേധത്തിലേക്ക് വന്നത്. PK ദിവാകരനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയ തീരുമാനമാണ് അവിടെയുള്ള പ്രവർത്തകർക്ക് ഉൾക്കൊള്ളാനാവാത്തത്. അതിൽ പരസ്യ പ്രതിഷേധത്തിലേക്ക് കൂടി അവർ പോകുന്നു.